എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാൻ ഓടുന്നു തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ കർത്താവേ സ്തോത്രം. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അപ്പ എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു നാഥ. അവിടുന്ന് ഞങ്ങളെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച് ഇന്ന് വരെ പരിപാലിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങളെ കരുതി. തുടർന്ന് ഞങ്ങളുടെ ആവശ്യം ആഗ്രഹം പറഞ്ഞ് ഞങ്ങളെ സഹായിപ്പാൻ സർവശക്തൻ അവിടുന്ന് ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ അവിടുന്ന് അറിയുന്നല്ലോ. ഞങ്ങൾക്ക് തരുന്ന മറുപടികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ വിടുവിക്കുന്ന ദൈവമാകിയാൽ. ഹൃദയ തകർച്ചയോടെ ഭാരത്തോടെ ആവശ്യങ്ങളുടെ നടുവിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി ഇറക്കിയ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കട്ടെ, അവരുടെ പരീക്ഷയെ ഏൽപ്പിക്കട്ടെ. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണമേ. അവർ പഠിക്കുന്ന ഹൃദയത്തിൽ പതിയാൻ സഹായിക്കണമേ. എല്ലാ വഴികളിലും കൂടെയിരിക്കണേ. ആപത്തനത്ത് വിടുവിക്കണമേ. ദുഷ്ടപിശാച് കാണല്ലേ അപ്പ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലെ ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, OIT IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതകരം നീട്ടണമേ. അതിശയ വഴികളെ തുറന്നു കൊടുക്കണമേ അപ്പ. അവരൊന്നിനെക്കുറിച്ചും ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ. സ്വർഗമേ, നിൻ്റെ സന്നിധിയിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ അനാഥര്, വിധവകളെ, രോഗികൾ, ദുഃഖിതരെ, കഷ്ടമനുഭവിക്കുന്നവർ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ എല്ലാം കർത്താപ്പച്ചൻ്റെ പൊന്നുപാദപിടത്തിലോട്ട് ഏൽപ്പിക്കുന്നു നാഥ. മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, പൂർണ്ണമായി വിട്ടുപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന ദൈവം, ഞങ്ങളെ ഇന്നുവരെ കരുതിയൊരുക്കി നടത്തിയ ദൈവം, ഹല്ലേലൂയ. വീണ്ടും സർവശക്തനാകിയാൽ നന്ദിയോടെ സ്തോത്രം. സകല ഭാരങ്ങളും രോഗങ്ങളുമായി അങ്ങയുടെ പാദപീഠത്തിലോട്ട് കടന്നു വരിക. ഞങ്ങളുടെ രോഗികൾക്ക് വൈദ്യൻ അവിടുന്ന്, ഞങ്ങളുടെ രോഗം നീക്കുന്ന മരുന്നിൻ്റെ അപ്പച്ചന, സകലത്തിനും പരിഹാരം അപ്പൻ്റെ പാദപീഠത്തിലുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ അപ്പാ, എല്ലാ മക്കളും അവിടുത്തെ മഹത്വം തിരിച്ചറിയുവാൻ തക്കണം കൃപ ചെയ്യുമാറാകുകയാണ് നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹാലിൽ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തിന്മേലും കർത്താപ്പച്ചൻ്റെ കരം വയ്ക്കണമേ. ആമേൻ. ഹാലിൽ ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. നല്ലൊരു അനുഗ്രഹത്താൽ ഈ വർഷക്കാലം ഓരോ മക്കളെയും നിറയ്ക്കണമേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നപ്പാ. ഓരോ മക്കളോടും കർത്താപ്പച്ചൻ കൂടെ ഇരിക്കണമേ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് വിടുവിച്ച് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. സ്തോത്രം, സ്തോത്രപ്പാ, സ്തോത്രം. ഈ സമയം കർത്താവേ, നിൻ്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ തോന്നണമേ. ആ കരുണയുടെ ബൃഹത്വപ്രകാരം ഞങ്ങളുടെ ലംഘനങ്ങളെയെല്ലാം മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ നന്നായി കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയും വെടിപ്പുള്ളവരാക്കി തീർക്കണമേ അപ്പാ. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ അപ്പാ. സ്ഥിരതയുള്ളൊരാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തള്ളിക്കളയരുതേ. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ദിനംതോറും എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കഷ്ടത്തിലും ഭാരത്തിലും രോഗത്തിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ICUവിലും CCUവിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഓർക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നവരുണ്ടപ്പാ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, എൻ്റെ കർത്താവ് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൻ്റെ ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ശരീരമാസകലമായ കർത്താവ് അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, എൻ്റെ കർത്താവ് ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, അപ്പം മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, നാഥാ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം അവിടുത്തെ പക്കലാങ്ങ് മരുന്ന. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. സ്വർഗമേ കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തൈറോയ്ഡ് ഉള്ളവർ, അലർജിയുള്ളവർ, ദുഃഖ സംബന്ധമായ രോഗമുള്ളവർ, ആസ്മ രോഗികൾ, പ്രത്യേകിച്ച് പനിയാലും ചുമയാലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, കഫക്കെട്ടുകളാൽ ഭാരമുള്ള ജീവിതങ്ങൾ, കർത്താവേ അനേകായിരങ്ങൾ ആപത്തിലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർ, കർത്താവിൻ്റെ കരങ്ങളിലോട്ട് എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. സൗഖ്യം കൊടുത്ത് ഓരോ മക്കളെയും സഹായിക്കണമേ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും ഒരുക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അനുഗ്രഹിക്കണേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിൽവാസം അനുഭവിക്കുന്നവരെ, കഷ്ടം അനുഭവിക്കുന്നവർ, പീഡനം അനുഭവിക്കുന്നവരെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥാ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.